അപ്പം KC MP സ്ഥാനം രാജിവെച്ച് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തായിട്ട് വരേണ്ട ആവശ്യമുണ്ടോ നിലവിൽ? ഒരു കാര്യമില്ല. കേരളത്തിൽ അങ്ങനെ ഒരു ആവശ്യമില്ല. ഈ 140 മണ്ഡലത്തിൽ എവിടെയെങ്കിലും ജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും സാധ്യതയില്ല. മാത്രമല്ല എന്നാൽ ജയിക്കാൻ സാധ്യതയില്ല. അതെ, അവരുടെ കുത്തക സീറ്റിൽ പോലും അവർ ജയിക്കാൻ സാധ്യതയില്ല ഇങ്ങനെ ജനവിരുദ്ധ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ. കേരളത്തിൽ അങ്ങനെ കുത്തക സീറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസിന് ഒരു സീറ്റും ഇല്ല. അതെ, ഇവിടെ പുതുപ്പള്ളി പോലെയുള്ള പാരമ്പര്യമായിട്ട് വരുന്ന സീറ്റുകൾ മാത്രമേ അവിടെ പോലും നിന്നാൽ ജയിക്കാൻ സാധ്യതയില്ല. അതെ, അവിടെ പോലും ഇനി നിന്നാൽ ജയിക്കാൻ സാധ്യതയില്ല. അപ്പം ജനങ്ങളെ വെറുപ്പിക്കുകയാണ്. അതെ, ഇടതുപക്ഷത്തിനോടുള്ള വെറുപ്പ് കോൺഗ്രസിന് സീറ്റുകളായിട്ട് വന്നപ്പോഴും അവർ ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു മന്ത്രിസഭ അധികാരത്തിൽ വരുന്നതിന് മുന്നേ തന്നെ ജനങ്ങളെ വെറുപ്പിക്കുക. അപ്പം ഇനി അങ്ങോട്ടുള്ള ഭരണം അവർ നല്ല രീതിക്ക് നടത്തുമെന്ന് തോന്നുന്നുണ്ടോ? ഈ ലാഗിങ് പരിഹരിക്കുകയാണ് അടിയന്തരമായി ചെയ്യേണ്ട കാര്യം. അതെ, ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു നല്ല ഇടതുപക്ഷത്തെ വിരുദ്ധമായൊരു ഭരണമാണ്. അതെ, പക്ഷെ അവർ സാധാരണക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഭരണം കുട്ടികളെയായിട്ട് എടുത്തവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പം ചേട്ടന് ഇതിനെപ്പറ്റി അഭിപ്രായം എന്താ? നിശ്ചയമായും ഈ VD സതീശനാണ് മുഖ്യമന്ത്രി ആകേണ്ടത്. അതെ, ഇനി അവരാക്കുമോ? ഹൈക്കമാൻഡ് തീരുമാനിക്കുമോ? ഇപ്പോൾ KCCയുടെ മുമ്പിലുള്ള ഒരു പ്രശ്നം ഈ കേരളത്തിലെ ജനങ്ങളെ പരിഗണിച്ചാൽ VD സതീശനെ ആക്കേണ്ടി വരും. അതെ, അല്ലെങ്കിൽ ഒരു ജനവിരുദ്ധ പ്രക്ഷോഭം എന്തായാലും ഉണ്ടാവും.